ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങോട്ട് പോകണമെന്നുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എവിടേക്കോ നിന്ന് ഭവാനിയേന്ന് വിളിക്കുന്നത് പോലെ. അമ്മമ്മക്ക് അറിയാണോ? അമ്മൂമ്മയുടെ കൂടെ അപ്പൂപ്പനുണ്ടായിരുന്നു രാവിലെ. അതൊക്കെ ഒരു സ്നേഹവും കരുതലുവാ മോനെ. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ പാറമട വീട് വീണ്ടും ശോകമൂകമാകുന്നു ഗൈസ്. അതെ, നമ്മുടെ കുട്ടമ്പിള്ള അപ്പൂപ്പന്റെ കുറച്ച് കൂട്ടുകാര് നമ്മുടെ ഭവാനി അമ്മൂമ്മയെ കാണാൻ വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, കുട്ടമ്പിള്ള അദ്ദേഹം പോയതിൽ പിന്നെ ഞങ്ങൾക്കൊരു ഉഷാറുമില്ല, ആരും അങ്ങനെ സംസാരിക്കാൻ കൂടാറുമില്ല എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് ഭവാനി അമ്മൂമ്മ അപ്പൊ പറയുന്നുണ്ട്, എനിക്ക് അങ്ങോട്ടേക്ക് പോകണം എന്നൊക്കെ ഉണ്ട്, പടവലത്ത് ഇടക്കൊക്കെ പോകണം എന്നുണ്ട്. പക്ഷെ ആ വീട്ടിലിങ്ങനെ ഒറ്റയ്ക്ക് ചെല്ലുമ്പോൾ എന്നെ എവിടെ നിന്നോ അദ്ദേഹം ഇങ്ങനെ ഭവാനിയോയ് എന്നിങ്ങനെ വിളിക്കുന്ന പോലെ ഒരു ഫീലാണ്. അതെനിക്ക് അത്രയ്ക്ക് താങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറയാണ്. എന്നിട്ട് ലാസ്റ്റ് നമ്മുടെ ഭവാനി അമ്മൂമ്മ ഭയങ്കര കരച്ചിലൊക്കെ ആവേ. അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ലച്ചുവും ഗൗരിയമ്മായിയും നമ്മുടെ കേശുവൊക്കെ ഭയങ്കര സങ്കടത്തിൽ നിൽക്കുക. അവർക്കൊക്കെ ഏറ്റവും വലിയ നഷ്ടമാണല്ലോ നമ്മുടെ അപ്പൂപ്പൻ പോയത്. അങ്ങനെ ഈ കൂട്ടുകാരൊക്കെ പോയതിന് ശേഷം നമ്മുടെ ഭവാനി അമ്മൂമ്മ കരച്ചിലോട് കരച്ചിലാണ്. അപ്പൊ കേശു പറയുന്നുണ്ട്, അമ്മൂമ്മയ്ക്ക് ഞങ്ങളില്ലേ എന്ന് പറയുകയാണ്. അപ്പം നമ്മുടെ അമ്മൂമ്മ പറയുന്നുണ്ടേ, നിങ്ങളൊക്കെ ഉണ്ട് മക്കളെ, അത് എനിക്കറിയാം, പക്ഷെ അദ്ദേഹം എനിക്ക് തന്നിരുന്ന ആ ഒരു സ്നേഹവും കരുതലൊക്കെ അതൊന്ന് വേറെ തന്നെ ആയിരുന്നു എന്ന് പറയുകയാണ്. ശരിയാണല്ലേ, ഓരോരുത്തരുടെ ഭർത്താക്കന്മാരിൽ നിന്നും കിട്ടുന്ന ആ ഒരു സ്നേഹവും കരുതലും വേറെ, മക്കളിൽ നിന്നും കിട്ടുന്നത് വേറെ തന്നെയാണ് അല്ലെ. എന്തായാലും നമുക്ക് കാത്തിരിക്കാം കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.